വാണിജ്യ ഗ്യാസ് ലഭിക്കാത്തതോടെ തന്നെ വലിയ പ്രതിസന്ധിയാണ് ഹോട്ടൽ മേഖലയെ ആകെ ബാധിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ഹോട്ടലിലേക്ക് ലഭിക്കാതെ അല്ലെങ്കിൽ അത് ഹോട്ടൽ മേഖലയെ തന്നെ തകർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പോൾ നമ്മോടൊപ്പം ഹോട്ടൽ റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ ചേരുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ എന്താണ് കേരളത്തിലെ ഹോട്ടലുകളുടെ അവസ്ഥ? കേരളത്തിൽ ഇപ്പോൾ ഏതാണ്ട് 2-3 ദിവസത്തിനുള്ളിൽ ഭൂരിഭാഗം ഹോട്ടലും അടച്ചുപൂട്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം അവരുടെ ആവശ്യത്തിൽ പകുതിയിൽ പോലുമുള്ള സിലിണ്ടറുകൾ ഇപ്പം വിതരണമില്ല. പല ഏജൻസികളും ബില്ലുകൾ അടിക്കുന്നത് നിർത്തിയിരിക്കുകയാണ്. ഒപ്പം തന്നെ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ പലതും ഇരട്ടിയിലധികം തുകയ്ക്കെടുത്ത് ബില്ല് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ്. ഈ ഒരു അവസരത്തിൽ മറ്റ് മാർഗങ്ങൾ തേടുകയല്ലാതെ നിവൃത്തിയില്ലാത്തൊരു സ്റ്റേജിലേക്ക് ഹോട്ടലുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സംഘടന സംസ്ഥാന തലത്തിൽ തന്നെ കേന്ദ്ര സർക്കാരിനും കേരള സർക്കാരിനും ഉൾപ്പെടെ ഇത് നിവേദനങ്ങൾ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ അടുക്കളയിലെ മെനുവിൻ്റെ വിഭവങ്ങൾ കുറച്ചുകൊണ്ട് ഈ കടകൾ മാക്സിമം സമൂഹത്തോടുള്ള പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ മാക്സിമം രീതിയിൽ വിറവെടുപ്പ് വെക്കാവുന്നവർക്ക്, പക്ഷേ അതൊക്കെ വളരെയധികം ദുസ്സഹമായ ഒരു സാഹചര്യമായിരുന്നു. കാരണം ടൗണിൽ പ്രവർത്തിക്കുന്ന പല കടകൾക്കും ഇപ്പോൾ ഫുഡ് സേഫ്റ്റിയുടെ പുതിയ നിയമപ്രകാരം മോഡേണൈസ് ചെയ്തിരിക്കുന്ന പല കിച്ചണുകളുമാണ് ഉള്ളത്. അവിടെയൊക്കെ ഇപ്പോൾ ഇനി വീണ്ടും വിറക് കൊണ്ടുവന്ന് ഇത് ചെയ്യാന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അപ്പോൾ എത്രയും വേഗം ഗവൺമെൻറ് ഈ പ്രശ്നങ്ങൾ ഇടപെട്ട്, കാര്യം ഇത്രയധികം തൊഴിലാളികളെ നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്. ഇവരെ ആരെയും ഈ സമയത്ത് നമുക്ക് പറഞ്ഞു വിടാൻ സാധിക്കില്ല. ഈ തൊഴിലാളികളെ മുഴുവൻ സംരക്ഷിച്ചുകൊണ്ട് ഈ ലക്ഷക്കണക്കിന് കുടുംബങ്ങളാണ് ഇതിൻ്റെ പിന്നിൽ ജീവിക്കുന്നത്. ഒപ്പം നഗരത്തിലെത്തുന്ന നിരവധി ആൾക്കാർ, വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ, വിദ്യാർത്ഥികൾ, മറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ, ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ, ഇവർക്കെല്ലാം ഭക്ഷണം നൽകുന്ന ഒരു മേഖല എന്ന നിലയിൽ തീർച്ചയായിട്ടും ഈ മേഖലയെ ഒരു സർവീസ് സെക്ടറായി കണ്ടുകൊണ്ട് തന്നെ ടൂറിസം മേഖലയ്ക്ക് സപ്പോർട്ട് നൽകിക്കൊണ്ട് ഈ മേഖലയ്ക്ക് വേണ്ട ഇളവുകൾ നൽകണമെന്നാണ് ഞങ്ങൾക്ക് ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇതിൽ പോയി കഴിഞ്ഞാൽ വല്ല പ്രതിഷേധങ്ങളിലേക്കൊക്കെ പോകേണ്ടി വരുമോ? അല്ല, ഇത് ഒരു ഇന്റർനാഷണൽ ലെവലിലും രാജ്യവ്യാപകമായി നടക്കുന്ന ഒരു പ്രതിഭാസത്തിന്റെ ഭാഗമാണിത്. അപ്പോൾ ഗവൺമെന്റിനെ പ്രതിഷേധത്തെക്കാൾ ഉപരി ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ ഇത് കൊണ്ടുവന്നുകൊണ്ട് കൂടുതൽ ഇളവുകൾ ഞങ്ങൾക്ക് നേടിയെടുക്കാനുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു പരിധി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് അടയ്ക്കേണ്ടി വന്നാൽ കൂടുതൽ പ്രതിഷേധത്തിലേക്ക് പോകേണ്ടി വരാമായിരിക്കും. അതൊക്കെ പിന്നീടുള്ള കാര്യം. പക്ഷേ ഇപ്പോൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ ഇത് പെടുത്തിക്കൊണ്ട് ഒരു അവശ്യ സർവീസ് എന്ന നിലയിൽ ഞങ്ങൾക്ക് വേണ്ട ഇളവുകൾ നേടിയെടുക്കുവാനാണ് ഇപ്പോൾ സംഘടനയുടെ തീരുമാനം. പറഞ്ഞാൽ ഈ ഹോട്ടൽ മേഖലയെ ആശ്രയിച്ച്, അതായത് പുറത്തുനിന്നൊക്കെ വന്ന് താമസിക്കുന്ന ആളുകളുണ്ട്, 3 നേരമൊക്കെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ബുദ്ധിമുട്ടിലാവുന്നു. ഒപ്പം തന്നെ ജീവനക്കാർ, അവരും മറ്റ് ഈ ഡെയിലി വേസിന് വേണ്ടിയിരിക്കുന്ന ജീവനക്കാരടക്കണം. അപ്പോൾ വലിയ ബുദ്ധിമുട്ടായി മാറിയിരിക്കുകയല്ലേ ശരിക്കും ഇത്? കാരണം വരുമാനമില്ലാതെ ശമ്പളം കൊടുക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും. കാര്യം എന്നാ വെച്ചാൽ ഒരു ഹോട്ടൽ ഉടമയെ സംബന്ധിച്ച് ഇപ്പം ഒരുപാട് ഹോട്ടൽ ഉടമകൾ വലിയ വലിയ ലോണുകൾ എടുത്തിട്ടാണ് കടകൾ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉള്ള തൊഴിലാളികളെ സംരക്ഷിക്കുക, അവരെ നമുക്കൊരു സുപ്രഭാതത്തിൽ ഈ പ്രശ്നം കോവിഡ് കാലത്ത് നമ്മൾ കണ്ടതാണ്. പല ഹോട്ടൽ ഉടമകളും കയ്യിൽ നിന്ന് പൈസ മുടക്കിയാണ് ജോലിക്കാരെ സംരക്ഷിച്ചതും അതുപോലെ തന്നെ നമുക്ക് സാമൂഹ്യ അടുക്കള തുറന്നു കൊടുത്തതും. അപ്പോൾ സമൂഹത്തോടൊരു കടമയുള്ള ഒരു വ്യവസായം എന്ന നിലയിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഹോട്ടൽ ഉടമകളെല്ലാം തന്നെ വളരെയധികം ബുദ്ധിമുട്ട് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ നഗരങ്ങളിലെത്തുന്ന ജനങ്ങളെ സംബന്ധിച്ചും ഇത് വളരെയധികം പ്രശ്നമാകും. കാര്യം അവർക്ക് ഇപ്പം ഞാൻ പറയട്ടെ, ഒരു റെസ്റ്റ് റൂം എന്ന നിലയിൽ ഉപയോഗിക്കാൻ നമുക്കിപ്പം പറ്റുന്നത് ഹോട്ടലിലെ ടോയ്ലറ്റുകളൊക്കെയാണ്. അതൊക്കെ അടച്ചു കഴിയുമ്പോഴത്തേക്കിനും അതും പ്രശ്നമാണ്. അതുപോലെ തന്നെ ആഹാരം കഴിക്കാനില്ലാത്ത ബുദ്ധിമുട്ട്, വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥ, ഇതൊക്കെ വളരെയധികം അപകടം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളതാക്കിയത്. കേന്ദ്രമായിട്ട് 2 സർക്കാരുകളുടെ ഇടപെടൽ വേണമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നിസ്സംശയം. കാര്യം ഞങ്ങൾ ഒരാഴ്ചയായി ഇതിനുവേണ്ടിയുള്ള പേപ്പർ വർക്കുകളും മെയിൽ അയച്ചിട്ടുണ്ട്. മന്ത്രിമാരെ നേരിൽ കാണാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. വിവിധ വകുപ്പുകൾക്ക് പരാതികൾ നൽകിയിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഇത് ആദ്യം തന്നെ ടേക്കപ്പ് ചെയ്ത ഒരു സംഘടനയാണ് ഈ പ്രശ്നം മുന്നിൽ കണ്ടുകൊണ്ടുള്ള കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ. അതിൻ്റെ ഭാഗമായി തന്നെ തീർച്ചയായിട്ടും ഗവൺമെൻറ് ഞങ്ങളെ സഹായിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. അതുതന്നെയാണ് വലിയ പ്രതിസന്ധിയാണ് ഹോട്ടൽ മേഖലയെ വരിഞ്ഞു മുറുകിക്കൊണ്ടിരിക്കുന്നത്. കാരണം ദിനംപ്രതി പല ഹോട്ടലുകളും അടച്ചുപൂട്ടേണ്ട സാഹചര്യത്തിലേക്ക് വരും കാലങ്ങൾ പോകുന്നു. ഈ നിരവധി ഹോട്ടലുകൾ ഇതിനോടകം തന്നെ അടച്ചുപൂട്ടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിൽ അടിയന്തരമായ ഇടപെടൽ സർക്കാരുകളുടെ ഭാഗത്ത് ഉണ്ടാകണം എന്ന ആവശ്യം തന്നെയാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷനും പറയാനുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പിടിക്കൊപ്പം റിപ്പോർട്ടർ അഖിൽ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.